മാതാപിതാക്കളെ, സ്നേഹിതരെ, ആദ്യമേ തന്നെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കോട്ടയം മെത്രാസനത്തിന് എല്ലാവിധമായ സ്നേഹ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. തിരുവനന്തപുരം ഭദ്രാസനത്തിലും ചെങ്ങന്നൂർ ഭദ്രാസനത്തിലും പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച് ചെന്നൈ മെത്രാസനത്തിൽ ദീർഘകാലം ഇടയനായി പ്രവർത്തിച്ച് ഇപ്പോൾ കോട്ടയം മെത്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രശസ്ത വേദശാസ്ത്രജ്ഞനും ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ ഗുരുവുമായിരുന്ന ഡോക്ടർ യോഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ കരങ്ങളിൽ ഈ മെത്രാസനം സുരക്ഷിതമാണ് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. 150 വർഷത്തെ പൗരാണികതയും ചരിത്രവും പ്രകാശവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഭദ്രാസനത്തിൻ്റെ 25 ഇന പദ്ധതികൾ നാം വായിച്ചു കേൾക്കുകയുണ്ടായി. ഈ പദ്ധതികളൊക്കെ വളരെ ഭംഗിയായി ആവിഷ്കരിച്ച് ഇതിൻ്റെ സുവർണ നിമിഷം ആലേഖനം ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 1995 മുതൽ കോട്ടയത്ത് താമസിക്കുന്നത് കൊണ്ട് ഏതാണ്ട് 30 വർഷമായി ഈ കോട്ടയം ഭദ്രാസനവുമായി എനിക്കുള്ള ഒരു ബന്ധവും, പ്രത്യേകിച്ച് വൈദിക സെമിനാരി വിദ്യാർത്ഥികൾ കോട്ടയം ഭദ്രാസനത്തിലെത്തി പ്രസംഗ പരിശീലനത്തിനും പ്രായോഗിക പരിശീലനത്തിനും കോട്ടയം ഭദ്രാസനം നൽകുന്ന നേതൃത്വവും പങ്കാളിത്തവും നന്ദിയോടെ ഓർത്തുകൊണ്ടും ഞാൻ വീണ്ടും എല്ലാവിധമായ സ്നേഹ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കുന്നത് വലിയ ഒരു ഗുരുവിനെയാണ്. TJ ജോഷുവാച്ചൻ എന്നത് ഒരു സുവർണ രേഖയാണ്, ഒരു നൂറ്റാണ്ടിൻ്റെ പുണ്യമാണ്. 96-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയായെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ജീവിക്കുന്നു. എഴുത്തുകാർക്ക് മരണമില്ല. അതുകൊണ്ട് എഴുത്തുകാരുടെ പേരുകൾ നമ്മൾ പറയുമ്പോൾ കാലം ചെയ്തെന്നോ മരിച്ചെന്നോ ഒന്നും നമ്മൾ പറയാറില്ല. അക്ഷരങ്ങളിൽ കൂടി അവർ ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം. TJ ജോഷുവാച്ചൻ എഴുതിയ 71 ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും വിവിധ എഡിഷനുകളിൽ പതിനായിരക്കണക്കിന് കോപ്പികളാണ് മലയാളക്കരയിൽ വിറ്റഴിക്കപ്പെട്ടത്. അതുകൊണ്ട് TJ ജോഷുവാച്ചനെ കുറിച്ച് 3 വാക്കുകൾ പറഞ്ഞ് എൻ്റെ അനുസ്മരണം സമാപിപ്പിക്കുകയാണ്. TJ ജോഷുവാച്ചൻ നമുക്കാരായിരുന്നു? ഞാൻ പറയും, TJ ജോഷുവാച്ചൻ നമുക്ക് ഒരു പിതാവായിരുന്നു. എത്രയോ കാലം ഈ ദേവാലയത്തിൽ വികാരിയായിട്ടിരുന്നു. ഞാൻ ഈ ദേവാലയത്തിൽ വന്നിയ TJ ജോഷുവാച്ചൻ വികാരിയായിരുന്ന അവസരത്തിൽ ഒരു മിഷണറിയായിട്ട് സെമിനാരിയിൽ നിന്ന് വന്നത് ഓർക്കുന്നു. അദ്ദേഹത്തിലെ ഇടയ പരിപാലനം, ഇടയ ശുശ്രൂഷ, വ്യക്തിബന്ധം, ആളുകളുടെ പേരുകൾ ഓർത്തിരിക്കുവാനുള്ള ശേഷി, ഇതൊക്കെ ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇരുന്ന ദേവാലയങ്ങളിലൊക്കെ ദീർഘകാലം ഇരുന്ന് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ TJ ജോഷുവാച്ചന് കഴിഞ്ഞു. 70 വർഷമാണ് ഇടയ പരിപാലനം അദ്ദേഹം നടത്തിയത്. 1956-ലാണ് വൈദിക ശുശ്രൂഷയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. ഏകദേശം 70 വർഷം നമ്മളിവിടെ ഓർക്കുന്നു. 150-ാമത് വാർഷികമാണ് കോട്ടയം മെത്രാസനത്തിൻ്റെ. ഈ 150-ാമത് വാർഷികത്തിൽ 70 വർഷം ഈ ഭദ്രാസനത്തിൽ മഹിമയോടെ, പ്രതിഭയോടെ, പ്രകാശത്തോടെ തൻ്റെ സാന്നിധ്യം അറിയിച്ച TJ ജോഷുവാച്ചൻ്റെ ആ ഓർമ്മകൾ വളരെ പ്രദീപ്തമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. TJ ജോഷുവാച്ചൻ്റെ ഇടയപരിപാലനം 70 വർഷം എന്നത് മാത്രമല്ല, പ്രസംഗത്തിലും 70 വർഷം സജീവ സാന്നിധ്യമായിരുന്നു. കൺവെൻഷൻ രംഗത്ത്, ധ്യാനപ്രസംഗ രംഗത്ത്, അവിടെയൊക്കെ 70 വർഷം അടിവരയിടേണ്ടതാണ്. വേദഗുരു എന്ന നിലയിൽ അദ്ദേഹം 70 വർഷമാണ് വൈദിക സെമിനാരിയിൽ പഠിപ്പിച്ചത്.
ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 18-ാമത്തെ വയസ്സിൽ പഴയ സെമിനാരിയിൽ എത്തിയതാണ്. 96-ാമത്തെ വയസ്സിലും അദ്ദേഹം പഴയ സെമിനാരിയിൽ എത്തി വിദ്യാർത്ഥികളെ പ്രബോധിപ്പിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. 70-ന്റെ ആ ഗുണിതങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കുക. 70 വർഷത്തെ ഇടയപരിപാലനം, 70 വർഷത്തെ ഗുരുപരിപാലനം, 70 ഗ്രന്ഥങ്ങൾ, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ 71 പുസ്തകങ്ങൾ, 70-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു പിതാവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹം ഒരു ഗുരുവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹം നമ്മളെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമെന്നില്ല. അക്ഷരങ്ങളിൽ കൂടി നമ്മൾ വായിക്കുന്നത് എല്ലാം അതെഴുതിയവരുടെ ഗുരുമുഖത്തു നിന്നും ഉള്ളതാണ്. ഗുരുമുഖത്തു നിന്നും അക്ഷരങ്ങളിൽ നിന്നും നമ്മൾ ആർജിച്ച വിജ്ഞാനത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തെ പ്രദീപ്തമാക്കുമ്പോൾ ടി ജെ ജോഷുവാച്ചൻ കഴിഞ്ഞ തലമുറയ്ക്കും ഈ തലമുറയ്ക്കും വരുവാനിരിക്കുന്ന തലമുറയ്ക്കും ഗുരുവായി പ്രകാശനം പരത്തുന്നു എന്നതാണ്. അദ്ദേഹം പിതാവാണ്, അദ്ദേഹം ഗുരുവാണ്, അദ്ദേഹം ദർശകനാണ്. അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ദർശന ദീപ്തി എന്നുള്ളത്. ദർശനമെന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ കഴിഞ്ഞു, സഭയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, ചിന്താവിഷയങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്ന കൂടുകളാണ്. അതിൽ മുഴങ്ങുന്നത് സ്വാന്തന സ്പർശമാണ്. അതിൽ സ്പന്ദിക്കുന്ന, ജീവൻ തുടിക്കുന്ന അനുഭവങ്ങളാണ് അക്ഷരങ്ങളിൽ കൂടി അദ്ദേഹം കോറിയിട്ടത്. മലയാള മനോരമ പത്രത്തിൽ 33 വർഷത്തിലധികം തുടർച്ചയായി എഴുതുവാൻ കഴിയുക എന്ന് പറയുന്നത് അതുല്യ പ്രതിഭകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം ഓർത്തിരിക്കണം. തന്നെയുമല്ല, ഇന്ന് നമ്മളൊരു എക്യുമെനിക്കൽ സമ്മേളനം കൂടുന്ന അവസരത്തിൽ ടി ജെ ജോഷുവാച്ചൻ ഒരു ഉത്തമനായ എക്യുമെനിക്കൽ വക്താവായിരുന്നു. അന്താരാഷ്ട്ര മീറ്റിങ്ങുകളല്ല അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹത്തിൻ്റെ എക്യുമെനിക്കൽ ദർശനം പ്രാദേശിക തലങ്ങളിലായിരുന്നു. എല്ലാ പ്രസ്ഥാനങ്ങളുമായി CSS, TLC, ബൈബിൾ സൊസൈറ്റി, YMCA, YWCA, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സജീവമായിരുന്നു. ഏതെല്ലാം മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം വിളിച്ചറിയിച്ചിരുന്നു എന്നത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായിരുന്നു. പുസ്തകങ്ങളിൽ എഴുതുക മാത്രമല്ല, അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി പ്രസംഗം നടത്തി, ഇൻ്റർനെറ്റിൽ കൂടി പ്രസംഗം നടത്തി, യൂട്യൂബിൽ കൂടി പ്രസംഗം നടത്തി. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിൽ നിരന്തരമായി യൂട്യൂബ് വഴി അദ്ദേഹം നടത്തിയ വേദപ്രബോധനങ്ങൾ ഇന്നും വളരെ അനുഗ്രഹീതമാണ്. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. വന്ദനായ ഡോക്ടർ ടി ജെ ജോഷുവാച്ചൻ നമുക്ക് പകർന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും പൈതൃക ഇടപെടലിനും നമുക്ക് നന്ദി അർപ്പിക്കാം. മലങ്കര സഭയിലെ 2 ബാവാതിരുമേനിമാരുടെ ഗുരു എന്ന നിലയിൽ, അനേകം മെത്രാപ്പൊലിത്തന്മാരുടെ ഗുരു എന്ന നിലയിൽ അദ്ദേഹത്തിന് മാത്രമേ ആ സ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ എല്ലാം ഗുരു, നമ്മുടെ എല്ലാം പിതാവ്, നമ്മുടെ എല്ലാം ദർശകൻ വന്ദനായ ടി ജെ ജോഷുവാച്ചൻ്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ 1-ാം വാർഷികത്തിൽ ആദരവ് സമർപ്പിച്ച് ഓർത്തഡോക്സ് വൈദിക സെമിനാരി കുടുംബത്തിൻ്റെ ഹൃദയപൂർവമായ പ്രണാമം അർപ്പിച്ച് വാക്കുകൾ നിർത്തുന്നു.